വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മളിന്ന് വീണ്ടും ഒരു ട്രിപ്പ് പോവാണ്. പോകുന്നതെന്ന് പറഞ്ഞാൽ സൗദിയിൽ ഇപ്പം മുന്തിരികൾ ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ മുന്തിരിപ്പാടം കാണാനായിട്ടുള്ള പോക്കാണ് ബുറൈദയിലോട്ട്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 4 മണിക്കൂറത്തെ യാത്രയുണ്ട്. അപ്പോൾ ഞങ്ങളിത് വണ്ടിയിൽ കയറി മുനീറക്കയും ഫാത്തിയും കൂടെ ഉണ്ട്. ഞാൻ അവരെയും കൂടെ എടുത്തുകൊണ്ട് നമുക്ക് പോകണം. അപ്പോൾ ഇന്നത്തെ നമുക്കിനി മുന്നോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാവേ. നമ്മളിവിടെ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് ഒറ്റ വീടിയിൽ ബുറൈദ ഏകദേശം ഒരു 450 കിലോമീറ്ററോളം ഉണ്ടെന്നാണ് കണക്ക്. 5:30 ആകുമ്പോഴേ അവിടെ ഓപ്പൺ ആകുള്ളൂ. നമുക്ക് ചോദിച്ച് പോയേക്കാം. ഓക്കെ ആദ്യം പോവാം. ഓക്കെ. അടിച്ചേക്കാന്ന് വെച്ചു. കാരണം എല്ലാ പ്രാവശ്യം പോകുമ്പോൾ പണി കിട്ടാറുണ്ട്. അതുകൊണ്ട് അനിലയുടെ നിർബന്ധം മൂലം നമ്മൾ പെട്രോൾ ബുറൈദയിലേക്കുള്ള യാത്രയിലെ റോഡുകൾ നല്ലതായതിനാൽ തന്നെ നമുക്ക് ഡ്രൈവിംഗ് വളരെ സുഖകരമാണ്. വഴിയിലൂടെ കാണുന്ന വിശാലമായ മരുഭൂമി കാഴ്ചകളും ഇടയ്ക്കിടെ കാണുന്ന ചെറിയ പട്ടണങ്ങളും ഫാമുകളും യാത്രയ്ക്ക് കൂടുതൽ ഭംഗി നൽകുന്നു. ഇന്നത്തെ യാത്രയുടെ പ്രധാന ലക്ഷ്യം ബുറൈദയിലെ ഗ്രേപ്പ് ഫാമുകൾ സന്ദർശിക്കുക എന്നാണ്. സൗദി അറേബ്യ എന്ന് കേൾക്കുമ്പോൾ പലർക്കും മനസ്സിൽ വരുന്നത് മരുഭൂമിയും. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ കാറ്റാടിപ്പാടങ്ങളുടെ ഏരിയുണ്ട്. മൊത്തം കാറ്റാടി മരങ്ങൾ. അപ്പം അതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഒന്ന് നിർത്തിയിട്ട് നമ്മളൊന്ന് ഇറങ്ങി. ഞങ്ങൾ ഏകദേശം ഒരു 100-250 കിലോമീറ്റർ ഓടി. അപ്പം ഒരു 1.5 സമയമായി ഉച്ചയ്ക്കത്തെ. അപ്പം എല്ലാവർക്കും പതുക്കെ വിശപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുള്ള ഒരു പെട്രോൾ പമ്പും കാര്യങ്ങളെല്ലാമായിട്ടുള്ള സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ കയറി. ഇസയും ഇപ്പോസിൻ്റെ എനിക്ക് വിശക്കുന്നുണ്ടോടാ? വിശപ്പായോ? എന്നെ കഴിക്കാനാ? കബ്സ. ഇപ്പോസിനും ഇസയ്ക്കും കബ്സ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. സൗദി ജനിച്ചത് കാരണം തന്നെ ഞങ്ങൾ കബ്സയുടെ മെയിൻ ആൾക്കാരാണ്. അപ്പോൾ ഇനി നമുക്ക് ഏതെങ്കിലും ഇവിടുത്തെ ഉള്ളതിൽ ഒരു നല്ല ഫുഡ് കയറി കഴിക്കണം. ഇതിനകത്ത് കയറിയിട്ട് നമുക്ക് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. മക്ഡൊണാൾഡ്സ് ഉണ്ട്, അതുപോലെ ജ്യൂസ് ടൈം ഉണ്ട്. സൗദിയിലെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഈ ഒരു പെട്രോൾ പമ്പിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഏകദേശം ഒരു 250 കിലോമീറ്റർ റിയാദിൽ നിന്ന് പോന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒന്നും കണ്ടത്. പിന്നെ നമുക്കെല്ലാം ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ തിരിച്ചു പോകുമ്പോൾ റിയാദിലോട്ട് പോകുന്ന വഴിക്ക് കുറേ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഏതെങ്കിലും ഉച്ച സമയം കൊണ്ട് തന്നെ ഞങ്ങൾ കബ്സയാണ് പ്രിഫർ ചെയ്യുന്നത്. കബ്സ എന്തെങ്കിലും കയറി കഴിക്കണം. ഇവിടെ കിട്ടിയത് ഇവിടെ നിന്നാണ്. ചിക്കൻ കറി റെസ്റ്റോറൻറ്റ് ഇൻസൈഡാണ്. അപ്പം ഏകദേശം ഓപ്പൺ ഏരിയ ആണ്. ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേക സൈഡെന്ന് പറയേണ്ടതില്ല. അതെല്ലാം ടേബിൾ സൈഡൊക്കെ. പിന്നെ നമുക്ക് മജ്ലിസ് ടൈപ്പ് ഫാമിലിക്ക് വേണ്ടിയിട്ട് കുറച്ച് പ്രൈവസി ആയിട്ട് ഇവിടെ സെറ്റപ്പ് ഉണ്ട്. അപ്പം നമ്മുടെ ടീമുകളെല്ലാം അവിടെ കയറി ഇരുന്നു. ഏകദേശം സെറ്റായി. ഞാനിപ്പോൾ ഓർഡർ പറഞ്ഞിട്ട് ഫുഡ് കൊണ്ടുവരും. ഞങ്ങളിന്ന് ഉച്ചഭക്ഷണത്തിന് വേണ്ടി ഓർഡർ ചെയ്ത കബ്സയാണിത്. ഒരു ഫുൾ ഫഹം കബ്സയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഞങ്ങളുടെ കബ്സ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ കബ്സ കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. ഇതാണ് കബ്സ. ഞങ്ങൾ കബ്സയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം ഫാത്തി കത്തി കണ്ടില്ലേ, അതിനിടയ്ക്ക് ഗ്രേപ്സിൻ്റെയോ സ്ട്രോബെറിയുടെയൊക്കെ ഐസ്ക്രീമൊക്കെ എടുത്തിട്ട് വന്ന്. അപ്പോൾ ഇനി ഞങ്ങൾ വിടുകയാണ് കേട്ടോ ഇവിടുന്ന്. ഞങ്ങൾ കബ്സയൊക്കെ കഴിച്ചു. എങ്ങനെയുണ്ടായിരുന്നു കബ്സ? ആവറേജ്. ഓക്കെ. നമ്മൾ റിയാദിൽ നിന്ന് കിട്ടുന്ന അത് വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ ഇതില്ല. ആണോ? ഓക്കെ. കണ്ടത് വെച്ചിട്ട് നമ്മൾ കയറിയതാണ്. നമുക്ക് വന്ന് പരിചയമില്ലല്ലോ, അങ്ങനെ കയറി കിട്ടി. ഇത് മെയിനായിട്ട് ഈ ട്രെയിലറുകാരൊക്കെ വരുമ്പോൾ ഉള്ള റൂട്ടല്ലേ, അപ്പം അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു സ്പെഷ്യലി പ്രത്യേകിച്ചുള്ളൊരു കബ്സയാണ്. സ്പൈസി അല്ല, അതെ, നമുക്ക് പിന്നെ സ്പൈസി കുറേ വേണമല്ലോ, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. എന്നാലും ഞങ്ങൾ ഇനി വിടുകയാണ് കേട്ടോ. ഇനി ഏകദേശം ഒരു 2 മണിക്കൂറത്തെ ട്രാവൽ ഉണ്ട് ഇവിടുന്ന്. അപ്പം അങ്ങ് ചെല്ലുമ്പം 3:30-ക്കൊക്കെയാണ് ഓപ്പണിങ് വരുന്നത്, എന്തുവാ നമ്മുടെ ഫാമിൻ്റെ. അപ്പം അത് കിട്ടുമെന്നാണ് പ്രതീക്ഷ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവാം. നമ്മൾ റിയാദിൽ നിന്ന് മുന്നോട്ട് പോയും തോറും ഈ ബുറൈദ അടുക്കും തോറും നമുക്ക് 2 സൈഡിലും ഇതുപോലെയുള്ള ചില നിർമ്മിതികളൊക്കെ കാണാം. പുസ്തകങ്ങളും പെൻസിൽ പേനകളുള്ള നിർമ്മിതികൾ, ഇതുപോലെയുള്ള ഫാമുകൾ. പിന്നെ നമ്മുടെ ദുബായിൽ കണ്ട ഫ്രെയിം ഉണ്ടല്ലോ, ദുബായ് ഫ്രെയിം, അതിൻ്റെ ഒരു ചെറിയ മോഡല്. അങ്ങനെ കുറേ ഐറ്റംസ് നമുക്ക് വഴികളെ കാണാൻ സാധിക്കും. പിന്നുള്ളത് ഇതുപോലെ റോഡൊക്കെ നല്ല കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നല്ല റോഡുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു നല്ലൊരു അനുഭവമുള്ള യാത്ര തന്നെയാണ് കേട്ടോ. ഈ ഒരു ലോങ് ആയിട്ട് കിടക്കുന്ന സ്ട്രെയിറ്റ് റോഡുകൾ.
ഞങ്ങളങ്ങനെ 1050 കിലോമീറ്റർ ഓടി ഏകദേശം ഇതിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ഏകദേശം ഒരു 5 മിനിറ്റ് തോട്ടം എന്നാണ് കാണിക്കുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും ഗ്രേപ്സ് കാണാനുള്ള ആവേശത്തിലാണ് പോകുന്നത്. ഉണ്ടെങ്കിൽ നമ്മൾ ബുറൈദ എത്തിയതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ നല്ല നല്ല കളർഫുൾ പച്ചയൊക്കെ കാണാനുണ്ട്. മാപ്പിൽ കാണിക്കുമ്പോൾ 2 സൈഡിൽ ഇഷ്ടംപോലെ പച്ചപ്പ് കാണുന്നത്. ഇതെല്ലാം ഇവിടുത്തെ മുന്തിരിത്തോപ്പുകളാണ്. നമ്മൾ ലൊക്കേഷൻ നോക്കി പോകുന്നത് എവിടെയാണെന്ന് നമുക്കറിയത്തില്ല ഇതുവരെ. നമ്മൾ ഏകദേശം ഒക്കെ ലൊക്കേഷൻ പറഞ്ഞത് പ്രകാരമുള്ള ബുറൈദ ഫാമിൽ ഗ്രേപ്പ് ഫാമിൽ എത്തിയിട്ടുണ്ട്. 1 മിനിറ്റ് ആണ് കാണിക്കുന്നത്. നമുക്ക് ചെല്ലുമ്പോൾ അറിയാം അവിടെ വല്ല ഗ്രേപ്പ് ഉണ്ടോ അതോ വേറെ വല്ലതും ആണെന്നുള്ള സംഭവം. പക്ഷെ ഇവിടെയൊക്കെ ഗ്രേപ്പിൻ്റെ തോട്ടങ്ങളുണ്ട് കേട്ടോ ഇഷ്ടംപോലെ. ഇപ്പം അകത്ത് കയറുമ്പോൾ നമുക്ക് അറിയത്തുള്ളൂ ഗ്രേപ്പ് ആണോ വേറെ വല്ലതും ഉണ്ടോ. അപ്പം നമ്മുടെ ലൊക്കേഷൻ പ്രകാരമുള്ള ഗ്രേപ്പ് ഫാമിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പം ഇതാണ് സംഭവം. ഇത് ഞാൻ 5 വർഷങ്ങൾക്ക് മുമ്പേ വന്നൊരു സംഭവം തന്നെയാണ്. പക്ഷേ ഇതിനെക്കാട്ടിലും ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. അന്ന് ഇത്ര ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ലൊക്കേഷൻ പറഞ്ഞ പ്രകാരമുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ചുറ്റും എന്ന് പറഞ്ഞാൽ ഇത് ലാവിഷായിട്ടുള്ള ഈന്തപ്പഴത്തോട്ടങ്ങളുണ്ട്. അതുപോലെ തന്നെ നാരകമാണോ ഇത് ഓറഞ്ചാണോ എന്നറിയത്തില്ല. ഓറഞ്ചാണ് കേട്ടോ. ഓറഞ്ചിൻ്റെ മരങ്ങളുണ്ട്. പച്ചപ്പാണ് പക്ഷെ എന്നാൽ പോലും നല്ല രസത്തിലുള്ള ഓറഞ്ചുകളൊക്കെ നമുക്ക് കാണാം. ഓറഞ്ചാണോ? ഞങ്ങളപ്പം ഈ ഒരു ഫാമിലി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇക്കായ വണ്ടിയും കൊടുത്ത് ഞങ്ങൾ മുന്നോട്ട് വിട്ടു. ഞങ്ങളപ്പോൾ ഇത് കണ്ട് കാഴ്ചകൾ കണ്ട് നടന്നു പോകാമെന്ന് വെച്ചു. അപ്പോൾ ഇനിയും ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ ക്ലോസ് ചെയ്യുകയാണ്. നമുക്ക് അടുത്ത എപ്പിസോഡ് സെപ്പറേറ്റ് അടുത്ത ഇതിനകത്തത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് എല്ലാവരും വീഡിയോ കാണണം. ഓക്കെ, ബൈ ബൈ.